രാഹുലെ, എന്തൊക്കെ പറഞ്ഞാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തെ ജനങ്ങളെ എല്ലാവരെയും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കയ്യിലെടുത്തുകൊണ്ട് എന്ന് ഞാൻ പറയും. LDF മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ സത്യമാകാനുള്ള വഴികളുണ്ട് എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് പാർട്ടിയിലെ വോട്ടുകളെങ്കിലും ചോർന്നു പോയിട്ടില്ല, ആ വോട്ടുകൾ അവിടെ തന്നെയുണ്ട്, പാർട്ടി വോട്ടുകൾ അവിടെ തന്നെയുണ്ട്. അദ്ദേഹം കണക്കുകൾ നടത്തുന്നത് LDF ഇതൊരു തിരിച്ചടിയല്ല, 2010 കണക്ക് അല്ല. നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല ഇത് നോക്കുകയാണെങ്കിൽ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല. അത് പിന്നെ ഒരു എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അടിത്തറ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിത്തറ എന്താണ്? അടിത്തറ എന്ന് പറയുന്നത് കേഡർ സംവിധാനത്തിലുള്ള വോട്ടുകൾ, പൊളിറ്റിക്കൽ വോട്ടുകൾ, കുത്തകയായിരുന്ന ജില്ലകൾ, ഇതിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ളൊരു ചലനം അല്ലെങ്കിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഉലച്ചിലിനെയാണെന്ന് തോന്നുന്നു സഖാക്കന്മാർ നമ്മൾ പാനൂരൊക്കെ കണ്ടതാണ്, ബോംബെറിയുന്നതും വടിവാളുമായിട്ട് ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഉലച്ചിലിൽ എവിടെയോ ഒരു ആട്ടം പിഴച്ചു എന്നില്ലേ? അത് തീർച്ചയല്ല. അതിപ്പോൾ അതിവൈകാരികമായി ഇപ്പോൾ അറിയാലോ, രാഹുലിനൊന്നും അറിയാത്ത കാര്യമല്ലല്ലോ. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കോളേജ് രാഷ്ട്രീയത്തിലായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസ്വാരസ്യങ്ങളും അതേപോലെ തന്നെ ആക്രമണങ്ങളും രാഷ്ട്രീയമായി ഉണ്ടാകാറ്. അതെന്താണ്, ഇത്രയും നാളും അവർ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായി തോറ്റു പോകുമ്പോൾ ചില മനുഷ്യർക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയില്ല. സംഘടനകൾ അത് നിയന്ത്രിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനായാലും ലീഗിനായാലും. കെവിൻ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് താത്വികമായിട്ടുള്ള അവലോകനമാണോ അതോ ഉള്ളിൽ നിന്നും പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇലക്ഷനുകൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പല കോണുകളിലും ഉണ്ടാകും. പക്ഷെ അത് പാർട്ടി നിയന്ത്രിക്കേണ്ടതായിരുന്നു. വടിവാൾ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞത്. ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷേ അത് നിയന്ത്രിക്കപ്പെടേണ്ടതായിരുന്നു. വടിവാളെടുത്ത് വീശുക എന്നൊക്കെ പറയുമ്പോൾ അതിനെ പാർട്ടി നടപടി എടുക്കാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. നോക്കൂ, ആക്രമണങ്ങൾ ആ വടിവാളെടുത്ത് വീശുമ്പോൾ അതിന്റെ അടിയിൽ ഇടാൻ പറ്റിയ BGM പാട്ട് അതിന് മുമ്പിട്ടേ സെറ്റാക്കിയിട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് മാധ്യമങ്ങളുടെ മുമ്പിൽ പാടുന്നുണ്ടായിരുന്നു. പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയ ആ പാട്ട് ഇട്ടുകൊടുത്ത് ആ വാള് ഇങ്ങനെ വെച്ച് നമ്മളെ ഏതൊരു സിനിമയിലില്ലേ കീലേരി അച്ചു റോഡിലേക്ക് ഇറങ്ങിയിട്ട് അവർ 3 പേരും കൂടെ വീശുന്നത്, ആ ഒരു രംഗമാണ് എനിക്ക് യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പൊ അതേ കൂട്ടാണോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത്? കീലേരി അച്ചുമാരാണോ കേരള രാഷ്ട്രീയം ഭരിക്കുന്നത്? അല്ല, കഴിഞ്ഞ 9 വർഷമായി എടുത്തു നോക്കൂ, എവിടെയാണ് രാഷ്ട്രീയ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള, ഹർത്താലുകൾ കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ കാലത്തിൻ്റെതായ മാറ്റം എല്ലാ പാർട്ടികളും. അല്ല, അത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി പത്രിക കൊടുക്കാൻ പോകുമ്പോൾ കഴുത്തിലോട്ട് വടിവാള് വെച്ചിട്ട് കൊടുക്കടാ, നീ പത്രിക കൊടുക്ക്, അങ്ങനെ പോയി. അത്തരത്തിലുള്ള അത് തന്നെയല്ലേ നമ്മൾ ഈ ഇലക്ഷനും കണ്ടത്. ഒരു പെൺകുട്ടി പത്രിക കൊടുക്കാൻ പോകുമ്പോ ആ പത്രിക വലിച്ചു കീറി കളയുക. ഇവിടെയാണ് ജനാധിപത്യം. അതെ, അത്തരത്തിലുള്ള ജനാധിപത്യ ധ്വംസനങ്ങളെ ഒന്നും തന്നെ പൊതുജനം അംഗീകരിക്കാത്തത് കൊണ്ട് കിട്ടിയിട്ടുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ പലർക്കും, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പലർക്കും നമ്മൾ പൊളിറ്റിക്കൽ വോട്ടുകൾ നോക്കൂ, അതായത് ജില്ലാ പഞ്ചായത്ത് വോട്ടുകൾ നോക്കൂ, ബാക്കി ഈ കോർപ്പറേഷൻ അതേപോലെ തന്നെ വാർഡ്, ബ്ലോക്ക്, ഇതെല്ലാം തന്നെ മറിയുന്ന സാഹചര്യം ഉണ്ടാവും രാഹുലെ ഏതെങ്കിലും ഘട്ടത്തിൽ. അത് എനിക്കും രാഹുലിനും ഒക്കെ സംഘടനാപരമായി ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തിട്ടുള്ളവർക്കറിയാം. പക്ഷേ ജില്ലാ പഞ്ചായത്ത് വോട്ടുകൾ, ഡിവിഷനിൽ നിന്ന് വരുന്ന പൊളിറ്റിക്കൽ വോട്ടുകളിൽ ഇടിവ് സംഭവിച്ചിട്ടില്ല. നെക്ക് ടു നെക്ക് ഫൈറ്റാണ് നടക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആവുന്നത് എങ്ങനെ? 3 വോട്ടില്ല എവിടെ നിയമസഭയിൽ, ഒറ്റ വോട്ടേ ഉള്ളൂ. സ്പ്ലിറ്റ് ആവുന്നത് അത് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. BJP 4 സീറ്റ് വരെ കേരളത്തിൽ പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ലെന്നേ ഉള്ളൂ. അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞതാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേമത്ത് മത്സരിക്കും. അതെ, തിരുവനന്തപുരം അതിനനുസരിച്ച് BJPയുടെ കൈകളിലേക്ക് പോകുന്നതനുസരിച്ച് പറയുകയാണ്, ഞാൻ നേമത്ത് മത്സരിക്കും. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ അതായത് കുത്തകയായിരുന്നു തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ കൊല്ലം ആരായിരുന്നു ഭരിച്ചത്? ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ, ആര്യ രാജേന്ദ്രൻ. അല്ല, അദ്ദേഹം അവര് നടത്തിയ അല്ല ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഈ ട്രോളുകളുണ്ടല്ലോ, രാഷ്ട്രീയ ട്രോളുകൾ. അപ്പോൾ ആ ട്രോളുകൾ എടുത്ത് ട്രോൾ പേജുകൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ തന്നെ ചാനലിന്റെ 2 ചർച്ച, ഹർഷയും മേഘയും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ട്രോളായിട്ട് 5 വർഷം തിരുവനന്തപുരം ഭരിച്ച് അത് BJPയുടെ കൈകളിലേക്ക് എത്തിച്ച ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ആര്യ രാജേന്ദ്രൻ ട്രോളുന്നുണ്ട്. അപ്പം ആര്യ രാജേന്ദ്രൻ ആണ് BJPയുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുത്തത് എന്നുള്ളൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് അങ്ങനല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലൊരു നറേറ്റീവ് പുഷ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൂ. അതിന് പിന്നിൽ കൃത്യമായ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആര്യ രാജേന്ദ്രൻ മാത്രം കൊണ്ട് നറേറ്റീവ് പുഷ് ചെയ്യുന്നൊന്നുമല്ല. BJP അവിടെ ഇലക്ഷൻ സമയത്ത് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എടുത്തു നോക്കൂ.
ഒരു ഡസ്റ്റ്ബിന്നുമായിട്ടുള്ളൊരു വിഷയം അത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ എത്ര കോടിയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് BJP അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൊങ്കാലയ്ക്ക് നടക്കാത്ത പൊങ്കാലയ്ക്ക് കല്ല് കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞ് പൈസ എടുത്ത്, എന്നിട്ട് ആ കല്ല് കൊണ്ടുപോയ ആളുകൾക്ക് ബിരിയാണി വാങ്ങിച്ച്, ഏതാ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് കല്ലെടുക്കാൻ പോകുന്ന ആളുകൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന്റെ പേര് അത് നടക്കാത്ത പൊങ്കാലയ്ക്ക് കല്ല് വെച്ചിട്ട് നടക്കാത്ത ബിരിയാണി കൊടുത്തിട്ട് അത് വരെ എഴുതി വെച്ച ആളാണ് ആര്യ രാജേന്ദ്രൻ. അപ്പൊ ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഒരു കുളം തോണ്ടി വെച്ച് അവസാനത്തെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനം പൊളിഞ്ഞു പോയതാണ് ആ തോൽവിയുടെ എല്ലാം ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. രാഹുൽ പറയുന്നത് ഒരു ഘട്ടം വരെ ശരിയാണ്. അതായത് കഴിഞ്ഞ കൊല്ലം ഒരു ഘട്ടം വരെ ശരിയാന്ന് പറഞ്ഞല്ലോ. അതെ, അതല്ല, തീർച്ചയായിട്ടും എല്ലാ ഘടകങ്ങളും പരിശോധിക്കുമ്പോഴാണല്ലോ ഇതെങ്ങനെ തോൽവിയിലേക്ക്. എല്ലാ ഘടകങ്ങളും എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അല്ല, അറിയത്തില്ല. വോട്ട് ചെയ്യുന്നത് എന്ന ഒറ്റ ഘടകം മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് ഏത് ഘടകമാണുള്ളത്? അല്ല, വോട്ട് ചെയ്ത് ജയിക്കുക തോക്കുക, വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്നൊരു ആ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിലേക്ക് എത്തുന്നത് സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷന്റെ ഭരണം അല്ലെങ്കിൽ 9.5 വർഷത്തെ യുവമാരെ തോപ്പിച്ചേ അടങ്ങൂ എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രൻ മാത്രമല്ല പല ഘടകങ്ങളും അവിടെ ഉണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ കമ്മിറ്റിക്കകത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, പടലപ്പിണക്കങ്ങൾ. പിന്നെ നോക്കുക, ഈ കഴിഞ്ഞ ജൂലൈയിലെ ആര്യ രാജേന്ദ്രൻ എന്ന ഫാക്ടർ തോൽവിയിലേക്ക് നയിച്ചേക്കാമെന്ന് CPM നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് മാറ്റി നിർത്തിയത്. പ്രചരണങ്ങൾക്കൊന്നും ഇറങ്ങാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം ക്ഷേമ പെൻഷനുകൾ ഏറ്റില്ല, അതേപോലെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഏറ്റില്ല. അപ്പൊ മൊത്തത്തിൽ ക്ഷേമ പെൻഷൻ അവിടെ മണിയാശാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അത് പാർട്ടി തിരുത്തി വാങ്ങിച്ച് നക്കിയിട്ട് നിനക്കൊന്നും ഉളുപ്പില്ലല്ലോടാന്ന് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി തിരുത്തിയല്ലോ അത്. പാർട്ടി തിരുത്തി അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ നിലപാടാണ് നിലപാട്, പക്ഷെ വാങ്ങിച്ചമാര് നക്കികളാണ്. അല്ല, മണിയാശാനൊക്കെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി പാർട്ടിയെ എല്ലാ ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കി. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏതോ ചർച്ചയിൽ പറയുന്നത് പോലെ, അതായത് ഇലക്ഷന് ശേഷം കുറച്ച് പേരുടെ നാവിന് പിണറായി വിജയൻ അല്ലെങ്കിൽ CPM-മാർ ചങ്ങലയിട്ടിട്ടുണ്ട്. അതായത് ഒന്ന് AK ബാലൻ, വിജയരാഘവൻ, ഇടയ്ക്ക് വെച്ച് എവിടെയോ മിസ്സായി പോയ ആളാണ് MM മണി എന്നുള്ള ആള്. അതുകൊണ്ട് മാത്രം പറ്റിപ്പോയാണ്. അല്ലെങ്കിൽ AK ബാലൻ നടത്തുന്ന വേറൊരാളുണ്ട്, ജയരാജൻ സഖാവിനെ വിട്ടുപോകരുത്, തലയിൽ ബുള്ളറ്റ് വരെയാണ് ഇരിക്കുന്നത്. ഈ സഖാവ് ഇപ്പോ ഇൻഡിഗോയുടെ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശേഷം കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഘടകങ്ങളും CPM പരിശോധന വിധേയമാക്കും. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇത്തരത്തിൽ ആളുകൾ ഇറങ്ങിച്ചെന്ന് താഴെത്തട്ടിൽ ജനങ്ങളുമായി കാര്യങ്ങൾ പഠിച്ച് സംഘടനാ തലത്തിൽ ബ്രാഞ്ച് കൂടി കാര്യങ്ങൾ പഠിച്ച് തിരിച്ചു വരുന്നൊരു സംവിധാനത്തിലേക്ക് എത്തും. അപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് വരും. UDF-ന്റെ ഈസി വാക്കോറൊന്നും ആയിരിക്കില്ല 2026 എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ വോട്ടുകൾ അവിടെ തന്നെയുണ്ട്, അതിൽ തന്നെയാണ് കേഡർ വോട്ടുകൾ അവിടെ തന്നെയുണ്ട്, അതിൽ തന്നെയാണ് ഇപ്പോഴും വിശ്വാസം. പിന്നെ ഈ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് കൊല്ലം. കൊല്ലത്തെ പൊളിറ്റിക്കൽ വോട്ട് എവിടേക്ക് പോയി എന്ന് കൊല്ലത്തെ സഖാക്കൾ ഇപ്പോഴും രഹസ്യ ഏജൻസിയെ വെച്ച് അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അവര് ഫിംഗർ പ്രിന്റ് പഞ്ചിങ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആരാണ് വോട്ട് ചെയ്തത്, ഏത് സഖാവാണ് മാറ്റിക്കുത്തിയത് എന്നെല്ലാം അറിയാൻ വേണ്ടി. അത് രാവിലെ VD സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. സഖാക്കളെ കണ്ടാൽ ചിരിച്ചോണം, അവരാണ് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്, അവരെ കാണുമ്പോൾ മുഖം തിരിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം അതാണ് യാഥാർത്ഥ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് UDF-ന്റെ ആത്മവിശ്വാസം ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ വരുവാണ്, ആരുടെ തമ്മിത്തല്ല്, ആരാണ് മുഖ്യമന്ത്രി, ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് ആരാണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങളാണ് ആദ്യം തന്നെ എടുത്തുവിടുന്നത്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി, നിങ്ങൾ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ച് നോക്കൂ, ഓരോ കോർപ്പറേഷനിലും ഓരോ ആളുകളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് ഇന്ന ആളാണ് ഈ പ്രദേശം നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരാളെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത്. അതേ പാറ്റേൺ തന്നെയായിരിക്കും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒരു മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. അതായത് ഇതുവരെ അവർ പറയത്തില്ല, ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പോട്ട് നോക്കിക്കോ, ഇദ്ദേഹമാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ UDF-ൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ഇന്ന ആളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്യും, വലിയ മാർജിനിൽ ജയിക്കുകയും ചെയ്യും.